യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് നമ്മൾ റോമാലേഖനത്തിലേക്ക് മടങ്ങി വരികയാണ്. കഴിഞ്ഞ ഏതാനും ചില ദിവസങ്ങളായി നമ്മൾ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നുമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അത് ഈ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ കൂടുതൽ വിശദമായ ചിന്തകൾക്ക് വേണ്ടിയായിരുന്നു. ഇന്ന് നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് മടങ്ങി വരുന്നു. നാം ഇങ്ങനെ വായിക്കുന്നു: നമുക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവാസികളും തന്നെ. ഈ 17-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. ഈ ഒരു ഭാഗം അപ്പോസ്തലൻ പൗലോസ് എഴുതുന്നത് തൻ്റെ കേൾവിക്കാരായ ആളുകൾ, അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികാമികളായ ആളുകൾ, അവർ നേരിടുന്നതായ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതായത് അവർക്ക് ധാരാളമായിട്ടുള്ള പ്രയാസങ്ങൾ, കഷ്ടതകൾ അവരുടെ ക്രിസ്തീയ ജീവിതമായിട്ട് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കർത്താവ് യേശുക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് അവർ ഈ ഭൂമിയിൽ അത്രത്തോളം പ്രയാസങ്ങളും കഷ്ടതകളും അനുഭവിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യവുമില്ലായിരുന്നു. എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിലേക്ക് വന്നതിന് ശേഷം അവർ ധാരാളമായ പ്രതികൂലങ്ങളെയും പ്രശ്നങ്ങളെയും നേരിടുവാനിടയായി തീർന്നു. അത് അന്നെന്ന പോലെ ഇന്നും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ചില ആളുകൾ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറും, നമ്മുടെ കഷ്ടതകളെല്ലാം മാറും, പിന്നീട് നമുക്ക് പട്ടുമത്തയുടെ അല്ലെങ്കിൽ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ജീവിതമായിരിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ സമൃദ്ധി പ്രസംഗിക്കുന്ന അനേക ആളുകളെ നമ്മളൊന്ന് പരിശോധിച്ചാൽ അവർക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. പ്രത്യേകിച്ച് അവർക്ക് വേണ്ടതായ ബാങ്ക് ബാലൻസുകൾ, അവർക്ക് വേണ്ടതായിട്ടുള്ള ചുറ്റുപാടുകൾ, റിസോഴ്സുകൾ ധാരാളം ഉള്ളവരാണ് ഈ സമൃദ്ധി പ്രസംഗിക്കുന്ന ആളുകൾ. ഞാൻ ഓർക്കുന്നു, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചെറിയൊരു കൂട്ടായ്മയിൽ ഞാനൊരു പാട്ട് പാടി. ആ പാട്ട് ഇപ്രകാരമായിരുന്നു, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പാട്ട്: മനോവേദന പല ശോധന മമ ജീവിത പാതയിൽ, മാറാതെ ഏറിടുമ്പോൾ ആത്മനാഥനവൻ, മാർവിൽ ചാരി ഞാൻ ആശ്വസിക്കും. ഈ പാട്ട് പാടിക്കഴിഞ്ഞ ഉടനെ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ എന്നോട് ഇപ്രകാരം പറഞ്ഞു. അദ്ദേഹം നല്ലൊരു പ്രസംഗകനാണ്. അദ്ദേഹം പറഞ്ഞു, ഈ പാട്ട് ഇനിയും ബ്രദർ പാടരുത്. ഞാൻ ചോദിച്ചു, എന്താണ് കാരണം? അദ്ദേഹം പറഞ്ഞു, കർത്താവ് യേശുക്രിസ്തുവിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ മനോവേദന മാറി, നമ്മുടെ ശോധനകൾ മാറി, ഇന്ന് നമുക്ക് അനുഗ്രഹത്തിന്റെ ജീവിതമാണ്. അപ്പോൾ ഞാനതോട് പറഞ്ഞു, ദൈവദാസ, നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ലായിരിക്കാം, നിങ്ങൾക്ക് വേണ്ടവണ്ണമുള്ള സാമ്പത്തിക നന്മകളും വഴികളും, നിങ്ങൾക്ക് വേണ്ടവണ്ണമുള്ള സമൃദ്ധിയൊക്കെ ഉണ്ടാകാം. നിങ്ങളൊരു വൈറ്റ് കോളർ ജോബ് പോലാണ് ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ആളുകൾ അപ്രകാരമുള്ളവരല്ല. അവർ വിശ്വസിച്ച വിശ്വാസത്തിന് വേണ്ടി അവർ നേരോടെ നിൽക്കുമ്പോൾ അവരുടെ സമൂഹത്തിൽ നിന്നൊക്കെ നേരിടുന്നതായ പല പ്രതികൂലങ്ങളുടെ നടുവിൽ വന്നിരിക്കുന്നവരായ ആളുകളാണ്. തീർച്ചയായിട്ടും അവർക്ക് ഈ പാട്ട് പാടുവാൻ കഴിയുമെന്ന് എനിക്ക് പറയുവാനിടയായി തീർന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് അനേക ആളുകളും അപ്രകാരം പ്രസംഗിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറുമെന്ന്. പക്ഷേ വിശുദ്ധ വേദപുസ്തകം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ കർത്താവ് തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ യേശു പറയുന്നു, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് യേശുവിലുള്ള ധൈര്യമാണ്. അതെന്തുകൊണ്ടാണ്? യേശു ലോകത്തെ ജയിച്ചു, അതുപോലെ ഞാനും ജയിക്കും. പക്ഷേ റിയാലിറ്റി എന്താണ്? റിയാലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, കഷ്ടം ഉണ്ട് എന്നുള്ളതാണ്. ഇതിനാസ്പദമായി മറ്റൊരു വാക്യം കൂടെ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം തന്നെ 15-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പ് എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിവീൻ. നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവിലേക്ക് വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവസ്ഥ മാറുക, അവൻ്റെ സ്റ്റേറ്റ് മാറുക. ആ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ അവസ്ഥ എന്ന് പറയുന്നത്, മുമ്പ് അവൻ ലോകത്തിലുള്ളവനായിരുന്നു. പക്ഷേ യേശു നമ്മളെ തിരഞ്ഞെടുത്തപ്പോൾ നമ്മളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് നമ്മെ സ്വർഗീയന്മാരാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ ഈ ലോകം നിങ്ങളെ പകയ്ക്കുന്നു. യേശുവിനെ പകയ്ക്കാൻ എന്തായിരുന്നു കാരണം? യേശു ഈ ലോകക്കാരനല്ലായിരുന്നു.
യേശു ഈ ലോകത്തിലുള്ള ആളുകൾ പെരുമാറുന്നത് പോലെ യേശു പെരുമാറിയില്ല. അവർ ആഗ്രഹിക്കുന്ന പോലെ യേശു നിന്നുകൊടുത്തില്ല. അതുപോലെ തന്നെയാണ് ഒരു ദൈവ പൈതലും. അവൻ ഈ ലോകത്തിൽ നിന്ന് കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ ലോകത്തിന് മനസ്സിലാകും ഇവൻ ഒരിക്കലും ഈ ലോകക്കാരനല്ല. കാരണം ഈ ലോകത്തിലുള്ള ഒരു കാര്യങ്ങൾക്കും അവൻ വിധേയപ്പെടുന്നില്ല. അതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കും. നമുക്കുണ്ടാകുന്ന കഷ്ടത എന്ന് പറയുന്നത് നമ്മൾ വരുത്തി വയ്ക്കുന്നതല്ല, മറിച്ച് നമ്മളുടെ തെരഞ്ഞെടുപ്പിൻ്റെ കാരണമായി കടന്നു വരുന്നതായ കഷ്ടതകളാണ്. മറ്റൊരു വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ക്രിസ്തുവേശുവിൽ ഭക്തിയോട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും കഷ്ടത ഉണ്ടാകും. അപ്പോൾ ബിരുദന്മാരായ ചില ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ എന്താ ചെയ്യുന്നത്? അവർ ഭക്തിയോട് ജീവിക്കില്ല, മറിച്ച് അവർ ക്രിസ്ത്യാനി എന്ന പേരിൽ ജീവിക്കും, ദൈവപൈതൽ എന്ന പേരിൽ ജീവിക്കും. പക്ഷെ അതേസമയം തന്നെ ഈ ലോകത്തിൽ അവർക്ക് എന്തെങ്കിലും വേണമെന്നുള്ളത് കൊണ്ട് അവർ ഗോഡ്ലി പീപ്പിളായിട്ട്, ദൈവഭക്തരായിട്ട് മാറുകയില്ല. അതുകൊണ്ട് അവർക്ക് പ്രയാസവുമില്ല. അതുകൊണ്ട് അവർ സത്യവിശ്വാസികളായ ആളുകളെ നോക്കിക്കൊണ്ട് പറയും, നിങ്ങളെന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? നിങ്ങൾ ഞങ്ങളെ നോക്ക്, ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഞങ്ങൾ വളരെ ലക്ഷറിയസ് ആയിട്ട് ജീവിക്കുന്ന കൊണ്ടോ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അവരെല്ലാം തന്നെ അവർ ഭക്തിയില്ലാതെ ജീവിക്കുന്നവരാ, ദൈവവചനം അനുസരിക്കാതെ ജീവിക്കുന്നവരാ, ഈ ലോകത്തെ അനുഭവിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാ. പക്ഷേ കർത്താവ് യേശുക്രിസ്തുവിലേക്ക് കടന്നു വന്നതായ വ്യക്തി, അവൻ ദൈവത്തിൻ്റെ വചനം പാലിക്കുന്നതായ വ്യക്തി, അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും കഷ്ടത ഉണ്ടാകുമെന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഈ കഷ്ടതയുടെ നടുവിലാണ് നമുക്ക് വിജയമുണ്ടാകുന്നത്. അതാണല്ലോ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ദൈവപൈതൽ ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ധൈര്യം. അത് എങ്ങനെയുള്ള ധൈര്യമാണ്? യേശുക്രിസ്തുവിലുള്ള ധൈര്യമാണ്. എനിക്ക് യേശുവുണ്ട്, എൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ എന്നെ സഹായിപ്പാൻ യേശുവുണ്ട്. കനായിലെ കല്യാണത്തിന് വീഞ്ഞ് തീർന്നുപോയപ്പോൾ യേശു അവിടെ ഉണ്ട് എന്നുള്ളതായ ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്ന യേശുവിൻ്റെ അമ്മയായ മറിയ എന്താണ് പറഞ്ഞത്? ഇവനെന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അതുപോലെ ചെയ്യുവീൻ, കാരണം യേശുവെങ്കിൽ അവൾ ധൈര്യപ്പെട്ടു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, നാം യേശുവിൽ ധൈര്യപ്പെടണം. നമ്മിലല്ല ധൈര്യപ്പെടേണ്ടത്, മറ്റുള്ളവരിലല്ല ധൈര്യപ്പെടേണ്ടത്. നിങ്ങൾക്ക് സാമ്പത്തികമായ പ്രയാസമുണ്ടായോ? നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതയുടെ ഒരു അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണോ? നിങ്ങൾ ഒരാളിലും ധൈര്യപ്പെടരുത്, മറിച്ച് നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ദൈവത്തെ നിങ്ങളുടെ കാര്യങ്ങൾ അറിയിച്ചും ദൈവത്തിൽ ധൈര്യപ്പെട്ടും നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ദൂത് എന്ന് പറയുന്നത്, നിങ്ങളുടെ മുമ്പിൽ യേശു നൽകുന്ന വിജയം നിങ്ങൾ കാണും. ഇത് ഞാൻ കേവലം ഒന്നും അനുഭവിക്കാതെ പ്രസംഗിക്കുന്ന ആളായിട്ടല്ല, എൻ്റെ ജീവിതത്തിലും ധാരാളമായി ഞാനത് അനുഭവിക്കുന്നുണ്ട്. ലോകത്തിലുള്ള ആളുകൾ കൈവിടുമ്പോൾ, അവരെല്ലാം ഉപേക്ഷിക്കുമ്പോൾ, നമ്മുടെ നാശം കാണുവാൻ അവർ നോക്കിയിരിക്കുമ്പോൾ, അവരുടെ മുമ്പാകെ ദൈവം മാനിച്ചു എന്നെനിക്ക് പറയുവാൻ തക്കവണ്ണം ദൈവം എൻ്റെ കൂടെ നിന്നു, അല്ലെങ്കിൽ എന്നെ സഹായിച്ചു. ഞാൻ അവനിൽ ആശ്രയിച്ചപ്പോൾ യേശു നേടിയതായ വിജയം എൻ്റെ ജീവിതത്തിലും നേടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. യേശുക്രിസ്തുവിൻ്റെ ആ അനുഭവം എന്താണെന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ പഠിക്കാൻ കഴിയുന്നുണ്ട്. ലൂക്കോസ് 24-26 വേദഭാഗത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ? അതിനർത്ഥം കഷ്ടം സഹിക്കുന്നവർക്കാണ് മഹത്വമുള്ളത്. എപ്പോഴും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലാണെങ്കിലും അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ആദ്യം കഷ്ടതയും പിന്നീട് മഹത്വമാണ് നമുക്ക് കാണുന്നത്. അതിനർത്ഥം കഷ്ടതയില്ലാതെ മഹത്വമില്ല. അപ്പോൾ ലോകത്തിൽ ദൈവത്തിൻ്റെ മക്കൾ, അവർ ക്രിസ്തുവിൽ അവകാശികളായിരിക്കാം, അവർ ദൈവത്തിന് അവകാശികളായിരിക്കാം. പക്ഷേ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അതിൻ്റെ യാതൊരുവിധമായ പ്രിവിലേജ് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ കഴിയുന്നതായ ഒരു അവസ്ഥയിൽ ഒരു പക്ഷേ നമ്മൾ ആവുകയില്ലായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന ഉറപ്പെന്ന് പറയുന്നത്, നാം അവങ്കൽ ധൈര്യപ്പെട്ടാൽ യേശുക്രിസ്തുവിൻ്റെ വിജയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. യേശു എന്താ ചെയ്തത്? ഫിലിപ്പി ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്, അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. കഷ്ടത അവനിൽ മഹത്വത്തിന് കാരണമായി തീർന്നു. കർത്താവ് യേശുക്രിസ്തുവിന്റെ ശിഷ്യഗണത്തിലെ ഏറ്റവും പ്രമുഖനായ ശിഷ്യനായിരുന്നു അപ്പോസ്തലനായ പത്രോസ്.
യേശുവിനോട് ചേർന്ന് നിന്ന് ജീവിച്ചവനായ മനുഷ്യൻ, യേശുക്രിസ്തുവിനെ നേരിട്ട് കണ്ടതായ മനുഷ്യൻ. അദ്ദേഹം തൻ്റെ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പി. അപ്പോൾ ഈ കഷ്ടത എന്ന് പറയുന്നത് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആയുധമാണ്. എന്തിനാണ് ആയുധം നമ്മൾ ഉപയോഗിക്കുന്നത്? ആയുധം നമ്മൾ ഉപയോഗിക്കുന്നത് ജയിക്കുവാനാണ്, കീഴ്പ്പെടുത്തുവാനാണ്, പ്രതികൂലമായി നിൽക്കുന്നതിനെ വകഞ്ഞു മാറ്റുവാനാണ്, തടസ്സങ്ങളെ ഭേദിക്കുവാനാണ് നമ്മൾ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങളെ സാധിക്കുവാനാണ് നമ്മൾ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, നിങ്ങളുടെ കഷ്ടങ്ങൾ നിങ്ങൾക്ക് ആയുധങ്ങളാണ്. ആ ഒരു മനോഭാവം നമുക്കുണ്ടാകണം. അതുതന്നെയാണല്ലോ പത്രോസ് ഇവിടെ പറയുന്നത്, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ, അതായത് കഷ്ടതയുടെ ഭാവം തന്നെ, ഞാൻ കഷ്ടത സഹിക്കുവാൻ തയ്യാറാണ് എന്നുള്ള ആ ഭാവം. മറ്റൊരു വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ആത്യന്തികമായ ദൈവിക നന്മയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് കഷ്ടത എന്ന് പറയുന്നത്. കഷ്ടത എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിനെ നിസ്വാർത്ഥമായി സേവിക്കുന്നത്, അവനെ അനുഗമിക്കുന്നത്, ദൈവവചനപ്രകാരം ജീവിക്കുമ്പോൾ നമുക്ക് വന്നു ഭവിക്കുന്നതായ അവസ്ഥയാണ് ഈ കഷ്ടത എന്ന് പറയുന്നത്. ആ കഷ്ടത നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാവമായി മാറുന്നെങ്കിൽ അത് നമുക്ക് ആയുധമായി തീരും. അതെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളുടെ പേരിൽ, പ്രലോഭനങ്ങൾ, പരീക്ഷകളുടെ പേരിൽ നിങ്ങൾ ഒരിക്കലും തടർന്നു പോകരുത്. അതിൻ്റെ നടുവിൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ പൂർണ്ണമായും ആശ്രയിച്ച്, അവനിൽ പൂർണ്ണമായും വിശ്വസിച്ച്, യേശു ഈ കഷ്ടതകളെ വിജയിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കും ജയിക്കുവാൻ കഴിയുമെന്നുള്ള ആ ഉറപ്പിൽ ജീവിക്കുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, അവകാശികളാണ്. പക്ഷേ ഈ ലോകത്തിൽ ഞങ്ങൾ വ്യക്തിപരമായിട്ടോ സമൂഹപരമായിട്ടോ നേരിടുന്നതായ കഷ്ടതകൾ, പ്രയാസങ്ങളുടെ നടുവിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ഞങ്ങൾ ചിന്തിച്ച് ആശ്ചര്യപ്പെടുമ്പോൾ, ആ കഷ്ടത ഞങ്ങളുടെ അവകാശമാണെന്നും കഷ്ടത ഞങ്ങളുടെ ഭാവമാണെന്നും അത് ആയുധമാണെന്നുമുള്ള ആ വലിയ ചിന്ത ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് തന്നതിനായി നന്ദി പറയുന്നു. ഇന്ന് കേൾക്കുന്ന ആരെങ്കിലും കഷ്ടതയുടെ അനുഭവങ്ങളോട് പോകുന്നുണ്ടെങ്കിൽ കേവലം വിടുതലിന് വേണ്ടി മാത്രമല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, അതിനേക്കാൾ ഉപരി ആ കഷ്ടതയുടെ നടുവിൽ ദൈവമേ, നിന്റെ ഉദ്ദേശ്യം എന്താണെന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ആൾ.